സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ആർപ്പിന്നാദമുയരും നീതാ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജനെഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അതിപരവൻ. ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുമായി ദൈവത്തിൻ്റെ നിർമ്മലമായ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഒരവസരം ഇങ്ങനെ ദൈവം നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. നാം ജീവിക്കുന്നത് ഒരു വല്ലാത്ത കാലം എന്ന് പറയാനായിട്ട് സാധിക്കും. എല്ലാ നിലയിലും യുദ്ധവും യുദ്ധശ്രുതികളും നമുക്ക് ചുറ്റുമുണ്ട്. സാമ്പത്തിക മാന്ദ്യം എല്ലായിടത്തുമുണ്ട്. അതിക്രമങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യം, ലൈംഗിക പാപങ്ങൾ, ഇങ്ങനെ എല്ലാ നിലയിലും മനുഷ്യൻ വളരെയധികം അധപ്പതിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയില്ല. മനുഷ്യന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ. മൃഗങ്ങളേക്കാൾ കഷ്ടമാണ് ഇന്നത്തെ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. കാരണം മൃഗങ്ങൾ പോലും ചെയ്യാത്തതായിരിക്കുന്ന പ്രവൃത്തികളും പാപങ്ങളുമാണ് മനുഷ്യൻ എന്ന് ചെയ്തു കൂട്ടുന്നത്. അത് ചെയ്യുന്നുവെന്ന് മാത്രമല്ല, അത് ചെയ്യുന്നു എന്നുള്ളതിൽ അവർക്ക് യാതൊരു വിധമായിരിക്കുന്ന ലജ്ജയോ കുണ്ഠിതമോ മനസാക്ഷിയുടെ ഹേമമോ ഒന്നും അവർക്കില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ വൈറലാക്കാനാണ് അവർ പലപ്പോഴും ശ്രമിക്കുന്നത്. പാപം ചെയ്തിട്ട്, തിന്മ ചെയ്തിട്ട് അതെല്ലാവരും അറിയട്ടെ, 4 പേരറിയട്ടെ ഞങ്ങളിങ്ങനെ ചെയ്തു എന്നുള്ളത് എന്ന നിലയിലാണ് ഇന്നത്തെ ആളുകൾ ജീവിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിന് എന്താണ് ഒരു പരിഹാരം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും, നിങ്ങളതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ഞാനതേക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന ഒരാളാണ്. ഇന്നത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിക്കും തിന്മകൾക്കും ഒരു വ്യത്യാസം വരുവാൻ എന്തുണ്ട് മാർഗം എന്ന് ഞാൻ ആലോചിച്ചിട്ട്, ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധം ശരിയാകുമ്പോൾ മാത്രമേ ഇതൊക്കെ ശരിയാക്കാനൊക്കെ, അല്ലാതെ ഒരു വിധത്തിലും ശരിയാക്കുവാൻ സാധിക്കുകയില്ല എന്നൊരു നിഗമനത്തിലാണ് ഞാൻ എത്തിയത്. അത് ഞാൻ എൻ്റെ ബുദ്ധിയിൽ എത്തിച്ചേർന്ന ഒരു നിഗമനമല്ല, ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ വായിച്ചതിന് ഫലമായിട്ട് എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഒരു ബോധ്യതയാണത്. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകാതെ അവൻ്റെ സ്വഭാവത്തിന് അടിസ്ഥാനപരമായ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കില്ല. കൗൺസിലിംഗ് കൊണ്ടും ആലോചന കൊണ്ടുമൊക്കെ അവൻ്റെ പെരുമാറ്റത്തിന് അല്പ വ്യത്യാസം വരുത്താമെങ്കിലും അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുവാനായിട്ട് സാധിക്കില്ല. മനുഷ്യൻ എന്തുകൊണ്ട് ഒരു നീചപ്രവൃത്തി ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അത് ചെയ്യുന്നതിലാണ് അവന് സന്തോഷം. നന്മപ്രവൃത്തികൾ ചെയ്യുന്നതിലല്ല, തിന്മപ്രവൃത്തികൾ ചെയ്യുന്നതിലാണ്. കാരണം തിന്മയെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യന് മൊത്തത്തിലൊരു വ്യത്യാസം വരാതെ അവൻ്റെ പ്രവൃത്തികളെ മാത്രം നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ആളുകളെ ചെയ്യുന്നത് എന്നതാണ്, അവൻ്റെ പ്രവൃത്തികൾക്ക് വ്യത്യാസം വരുത്തുവാനായിട്ട് ബുദ്ധിപദേശം ചെയ്യും. മോനെ, നീ കള്ളു കുടിക്കരുത്, നീ ഡ്രഗ്സ് ഒന്നും എടുക്കരുത്, അതൊക്കെ വളരെ ദോഷമാണ്, നീ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയും. പക്ഷേ ആ ഉപദേശം അവൻ കേൾക്കാഞ്ഞിട്ടില്ല. അവൻ വിചാരിച്ചാലും അത് നിർത്താനായിട്ട് സാധിക്കില്ല. കാരണം അങ്ങനെയുള്ളതായിരിക്കുന്ന പാപപ്രവൃത്തികൾ ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു
ആന്തരികമായിരിക്കുന്ന നിർബന്ധം അവൻ്റെ മേലുണ്ട്. മദ്യഷാപ്പ് കാണുമ്പം അവിടെ ഒന്ന് കയറാനുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധം അവനുണ്ട്. വേണ്ട എന്ന് വെക്കാനുള്ള ശക്തിയില്ലാഞ്ഞിട്ടല്ല, അതവൻ്റെ ശക്തി, പക്ഷേ അവൻ വെക്കുകയില്ല. കാരണം അവൻ്റെ സ്വഭാവം അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൻ്റെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അതൊക്കെയും പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്ന വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് നാം കേട്ടത്? പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുവാനായിട്ട് ദൈവം തന്നെയാണ് കാരണഭൂതൻ. ദൈവവുമായുള്ള ബന്ധം നേരെയായതിനു ശേഷം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ജോലിയാണ് മറ്റു മനുഷ്യരെ ദൈവവുമായി നിരപ്പ് പ്രാപിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന 4 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അവനൊരു പരിവർത്തനം ഉണ്ടാകണം, കൺവേർഷൻ ഉണ്ടാകണം, പരിവർത്തനം ഉണ്ടാകണം. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതൊരു പരിവർത്തനമാണ് ക്രിസ്തുവിലായാൽ. വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നത്, എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ അവർ ആദാമിലാണ് ജനിക്കുന്നത്, ആദാമ്യ വംശാവലിയിലാണ് വരുന്നത്, ആദാമിൻ്റെ മക്കളായിട്ടാണ്, മനുഷ്യവർഗത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പാപിയായി തീർന്നു. ആ പാപ സ്വഭാവമാണ് മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ്. എല്ലാവരും, നമ്മൾ നല്ലവരെന്ന് പറയുന്നവരും നമ്മൾ തീരെ മോശക്കാരാണെന്ന് പറയുന്നവരും എല്ലാവരും, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ മനുഷ്യനെ ഇനി നന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദാമ്യ വർഗത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഈ മനുഷ്യനെ അവിടെ നിന്നെടുത്ത് ക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരുവൻ ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഒരുവൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. ഒരവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരണം. അത് കൊണ്ടുവരാതെ അവനെ ഈ വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധിക്കില്ല. അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആദാമ്യ വർഗത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എനിക്ക് ക്രിസ്തു വർഗത്തിൻ്റെ ഭാഗമാകണം, ഞാൻ എന്ത് ചെയ്യണം? വിശുദ്ധ ബൈബിൾ അതേക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ക്രിസ്തുവിലാകും. അതാണ് ഒരുവൻ ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞാൽ. അതാണ് പാപിയായ മനുഷ്യൻ തൻ്റെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിച്ച് കർത്താവിൽ എൻ്റെ ഒരു മകനായിട്ട് തീരുക. അപ്പോൾ മകനായിട്ട് തീരുമ്പോൾ കർത്താവിൽ ആയിത്തീരുകയാണ്. അങ്ങനെയാണല്ലോ ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ ആ വീടിൻ്റെ ഭാഗമായി തീരുകയാണല്ലോ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നാം ദത്തെടുക്കുമ്പോൾ എവിടെ നിന്ന് ദത്തെടുക്കുന്നുവോ ആ വീടിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ ദത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ദത്തെടുത്ത ആളിൻ്റെ ഭാഗമായി തീരുകയാണ്. അവൻ്റെ പേര് ആ കുഞ്ഞിക്ക് ലഭിക്കുന്നു, ആളിൻ്റെ സ്വത്തുക്കൾ ആ കുഞ്ഞിന് ലഭിക്കുന്നു, എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നു. അങ്ങനെയാണ് ആദാമ്യ വർഗത്തിൻ്റെ ഭാഗമായി നാം ഈ ഭൂമി ജനിച്ചവരാണ്. പാപത്തിലാണ് നാം ജനിക്കുന്നത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് ദാവീദ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പാപത്തിലാണ് നാം ജനിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു വീണ്ടും ജനനം, പുതുജനനം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഒരുവൻ ക്രിസ്തുവിലാകുന്നു, അപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി തീരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പരിവർത്തനം അല്ലെങ്കിൽ കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റുന്നതിനാണ്. ദ്രാവക രൂപത്തിലുള്ളതായിരിക്കുന്ന വെള്ളം ഘനരൂപത്തിലാകുമ്പോൾ അത് ഐസായിത്തീരും, അത് വാതക രൂപത്തിലാകുമ്പോൾ നീരാവിയായിട്ട് മാറും. അങ്ങനെ മാറ്റാം. അമേരിക്കൻ ഡോളറെ ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്യും, അതിനെ ഇന്ത്യൻ രൂപയായിട്ട് മാറ്റും. അതെല്ലാം ഒരു കൺവേർഷനാണ്. അങ്ങനെയുള്ള കൺവേർഷൻസ് എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ളതായിരിക്കുന്ന കൺവേർഷൻസ് നടക്കണം. ആദാമ്യ വർഗത്തിൻ്റെ ഭാഗമായി പാപസ്വഭാവത്തിനുള്ള ഉടമകളായിരിക്കുന്ന നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി കർത്താവിൻ്റെ ഭാഗമായി തീരുന്നു, ദൈവഭവനത്തിലെ അംഗങ്ങളായിത്തീരുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതെ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അങ്ങനെ ഒരു വലിയ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോഴും ആദമിലാണെങ്കിൽ ആദാമ്യ സ്വഭാവം കാണിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ആദാമ്യ സ്വഭാവം തന്നെ കാണിക്കും. നമുക്കറിയാം, ഒരു പട്ടിയുടെ കുട്ടിയായിട്ട് ജനിച്ചാൽ ആ പട്ടിയുടെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കും. ഒരാടിൻ്റെ കുട്ടിയായിട്ട് ജനിച്ചാൽ ആട്ടിൻകുട്ടി അതിൻ്റെ സ്വഭാവം എല്ലാം കാണിക്കും. മനുഷ്യൻ്റെ കുഞ്ഞായി ജനിക്കുമ്പോൾ മനുഷ്യ സ്വഭാവം കാണിക്കും.
ഇവിടെ പറയുന്ന കർത്താവിൻ്റെ വംശാവലി ജനിക്കുക എന്ന് പറയുന്നത് ആന്തരികമായ, മാനസികമായ, ആത്മീകമായിരിക്കുന്ന ഒരു ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വികാരങ്ങൾക്കും നമ്മുടെ മൂല്യങ്ങൾക്കും എല്ലാം വ്യത്യാസം വരും. അതുകൊണ്ട് ഒരു പരിവർത്തനം അങ്ങനെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ഭാഗത്ത് പറയുന്നത് പരിവർത്തനം മാത്രം പോരാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു രൂപാന്തരം സംഭവിക്കണമെന്നാണ് ട്രാൻസ്ഫോർമേഷൻ. പരിവർത്തനത്തിന് ശേഷമാണ് രൂപാന്തരം വരുന്നത്, അല്ലാതെ വരുമില്ല. ഒരാൾ ആദാമിൽ തന്നെ ആയിരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനെ പോലെ പെരുമാറാനായിട്ട് സാധിക്കില്ല. ഒരു പരിവർത്തനം വരണം, അല്ലാതെ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പൂമ്പാറ്റ അതിന് മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്യൂപ്പ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ കാറ്റർപില്ലർ എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കുന്ന ആ ഭംഗിയില്ലാത്ത ആ പുഴുവിൻ്റെ അവസ്ഥയിൽ ഒരു ചെടിയിൽ വന്നിരുന്നിട്ട് അതിൻ്റെ ഇലയെല്ലാം തിന്ന് അതെല്ലാം വൃത്തികേടാക്കി നശിപ്പിച്ച് കളയും. ആ കാറ്റർപില്ലറാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മനോഹരമായ പൂമ്പാറ്റയായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് ഈ കാറ്റർപില്ലർ പൂമ്പാറ്റയാകുന്നത്? അതിനാണ് ഈ പരിവർത്തനം എന്ന് പറയുന്നത്, അതിനാണ് രൂപാന്തരം എന്ന് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഗ്രീക്കിലെ മെറ്റാമോർഫിസിസ് എന്ന വാക്ക് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപത്തിന് വ്യത്യാസം വരിക. നമുക്കറിയാം, ഒരു പൂമ്പാറ്റയെ കണ്ടാൽ ഒരു കാറ്റർപില്ലർ ഇരിക്കുകയില്ല. നമ്മൾ എത്ര ഇമാജിനേഷൻസ് ഉപയോഗിച്ചാലും പൂമ്പാറ്റയെ കാറ്റർപില്ലർ പോലെ ഇരിക്കുകയില്ല. അതിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറഞ്ഞാൽ ശാസ്ത്രം അറിയാവുന്നവർക്ക് അതറിയാവുന്നല്ലാതെ അല്ലെങ്കിൽ പറയും ഇതാണിതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതാകുന്നത്? അപ്പോൾ ബൈബിൾ പറയുന്നു അങ്ങനെയാണ്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പഴയത് കഴിഞ്ഞു പോവുകയാണ്, എല്ലാം പുതുതായി തീരുകയാണ്. അതിനാണ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ രൂപാന്തരം എന്ന് പറയുന്നത്. അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു പ്രവർത്തനം തന്നെയാണ് രൂപാന്തരം എന്ന് പറയുന്നത്. രൂപാന്തരം വരുവാനായിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം വേണം, ആന്തരികമായ പ്രവർത്തനം വേണം. അപ്പോൾ അതേക്കുറിച്ച് നാം വായിച്ചത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതാണ് മൂന്നാമത്തെ അതിപ്രധാനമായ സത്യമെന്ന് പറയുന്നത്. ഇത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് നടക്കുന്നത്. അതിനൊക്കെയും കാരണഭൂതൻ ദൈവമാണെന്നാണ് പറയുന്നത്. മനുഷ്യർ വിചാരിച്ചാലൊന്നും നോക്കുകയില്ല. മദ്യപനായ ഒരു മനുഷ്യൻ എനിക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് കുറേ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. മദ്യപാനത്തിൻ്റെ ദോഷത്തെക്കുറിച്ചൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നിൻ്റെ കുടുംബത്തിന് വരുന്ന ദോഷത്തെക്കുറിച്ചും നിൻ്റെ ആരോഗ്യത്തിന് വരുന്ന ദോഷത്തെക്കുറിച്ചും നിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വരുന്ന ദോഷത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അവനെ ബുദ്ധിയിലോ കുറച്ചൊക്കെ ബോധ്യപ്പെടുത്തി അവനെ എന്നാൽ ഇനി ഞാൻ കള്ളു കുടിക്കുന്നില്ല, മദ്യം ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഒരു തീരുമാനമെടുത്ത് പോകും. പക്ഷേ അങ്ങനെ തീരുമാനമെടുത്ത് പോകുന്നത് 99% ആളുകളും അധികം താമസിയാതെ വീണ്ടും മദ്യപന്മാരായിട്ട് മാറും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് രൂപാന്തരം വന്നിട്ടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവനോട് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ വിശ്വസിക്കാനിടയായാൽ അവൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അവന് ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ, ഈ രൂപാന്തരം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രൂപാന്തരം വന്നിട്ടുള്ളതായിരിക്കുന്ന ആളുകളിൽ 99% പിന്നെ മദ്യത്തിലേക്ക് പോകില്ല. അങ്ങനെ പോകുന്നവരായിരിക്കും ആളുകൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ മദ്യപാനികളായതുകൊണ്ട് അവർക്ക് ഒറ്റയടിക്കാൻ കൊണ്ട് നിർത്താൻ വയ്യ എന്നൊക്കെ പറഞ്ഞ ചില കേസുകളുണ്ട്. അല്ലെങ്കിൽ അവർ മദ്യപാനത്തിൽ രക്ഷപ്പെടും. കാരണം രൂപാന്തരം വന്നു. കാറ്റർപില്ലർ ആയിരിക്കുമ്പോൾ ഇലയിലിരുന്ന് ഇല തിന്നാം. പൂമ്പാറ്റയായ ശേഷം ഇല നിന്ന് ജീവിക്കുക എന്ന് വെച്ചാൽ പൂമ്പാറ്റയ്ക്ക് സാധിക്കുകയില്ല. രൂപാന്തരം വന്നതുകൊണ്ട് ഇനി അത് മധു, പൂക്കളിലെ തേൻ നുകർന്ന് അതുകൊണ്ടാണ് ഇത് ജീവിക്കുന്നത്. നീ പണ്ടിങ്ങനെ അല്ലായിരുന്നോ, നിനക്ക് ഇല നിന്ന് ജീവിക്കരുതോ എന്ന് ചോദിച്ചാൽ പറയും എനിക്കത് സാധിക്കില്ല, എന്നിൽ എന്തോ ഒരു വ്യത്യാസം വന്ന് സംഭവിച്ചു, ഞാൻ ആ പഴയ പുഴുവല്ല, ഞാൻ വിചാരിച്ചാലും എനിക്ക് ഇല തിന്നാനായിട്ട് സാധിക്കില്ല. അതാണ് പഴയത് കഴിഞ്ഞു പോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയി പുതുതായി തീരുന്ന ഒരവസ്ഥ, അതിനാണ് നാം രൂപാന്തരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രൂപാന്തരത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നാണ്. സകലവും ദൈവത്താലാണ്. ഇത് ദൈവത്താൽ സാധിക്കുന്നു, മനുഷ്യനാൽ സാധിക്കില്ല. അപ്പോൾ ആ ഒരു വലിയ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നമുക്ക് കൺവേർഷൻ ഉണ്ടാകുന്നതും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല. ഉപദേശിമാർക്ക് സുവിശേഷമൊക്കെ പ്രസംഗിക്കാം, പക്ഷേ നിങ്ങൾ അത് സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് പാപമുണ്ടായി യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് രൂപാന്തരം വരൂ. അല്ലാതെ ഞങ്ങൾ ഇനിയിപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവരെ എത്ര ശക്തമായിട്ട് പ്രസംഗിച്ചാലും, എത്ര ഉച്ചത്തിൽ പ്രസംഗിച്ചാലും, എത്ര സരസമായി പ്രസംഗിച്ചാലും ആ പ്രസംഗമല്ല നിങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നത്, ദൈവമാണ് നിങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നത്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നു. ബൈബിളിൻ്റെ തനി ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് പാപബോധം വരുത്തുകയും ക്രിസ്തുവിനെ നിങ്ങൾ ഉരുവാകുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ദൈവത്താൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ എങ്ങനെയാണ് ഇവർക്ക് രൂപാന്തരം വരുന്നതെന്ന് ചോദിച്ചാൽ, രൂപാന്തരം വരുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് നാം നമ്മെ തന്നെ അങ്ങ് വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവമേ,
എന്നിൽ നീ പ്രവർത്തിക്കണമേ, എനിക്കൊരു രൂപാന്തരം വരുത്തണമേ. ഇത് നിൻ്റെ പ്രവൃത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു മദ്യപനായ മനുഷ്യനാണ്, തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന മനുഷ്യനാണ്, ലൈംഗിക പാപങ്ങൾ ഇടപെട്ട് ജീവിക്കുന്നവനാണ്, ഞാനൊരു ദ്രോഹിയായ മനുഷ്യനാണ്, ഭാര്യയെ തല്ലുന്നവനാണ്, കുട്ടികളെ ഉപദ്രവിക്കുന്നവനാണ്, ഞാൻ സമൂഹത്തിൻ്റെ ഭാരമായി തീർന്നവനാണ്. ഞാനിതൊക്കെ നിർത്തണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന്. അതുകൊണ്ട് അവിടുന്ന് ഈ പ്രവൃത്തി എന്നിൽ ചെയ്ത് എനിക്കൊരു രൂപാന്തരം വരുത്തണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, എൻ്റെ ഈ ജീവിതത്തിലെ പഴയ സ്വഭാവങ്ങളെല്ലാം അവിടുന്ന് മായ്ച്ചു കളയണമേ, എല്ലാം പുതുതായി തീരുവാൻ്റെ കൊണ്ട് സഹായിക്കണമേ. അതിശയകരമായ അനേക വ്യക്തികളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു, സാക്ഷ്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. പറയില്ലേ, മദ്യപിച്ച് രാത്രി 4 കാലിൽ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളുകൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ശേഷം ഒരു തുള്ളി ചാരായമോ കള്ളോ അവർ കുടിച്ചിട്ടില്ല. അതുപോലെ 4-5 പാക്കറ്റ് ദിവസം പുകച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന ആൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഒരു സിഗരറ്റ് അവരുടെ ജീവിതത്തിൽ പിന്നെ വർഷങ്ങൾ വരെ മരിക്കുന്നവരെ തൊട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഭാര്യമാരെ ഉപദ്രവിക്കുകയും സമൂഹത്തിൽ ദോഷം ചെയ്യുകയും മോഷ്ടിക്കുകയും ചെയ്തവർ ആ സ്വഭാവങ്ങൾ മുഴുവനങ്ങ് മാറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രൂപാന്തരം വന്നു എന്നുള്ളതാണ്. ഇത് ആര് വരുത്തിയെന്ന് ചോദിച്ചാൽ ആര് വരുത്തി? ഇത് കൗൺസിലർമാർ വരുത്തുന്നതല്ല, ഇത് കൗൺസിലിംഗ് കൊണ്ട് വരുന്നതല്ല, ഇത് ധ്യാനത്തിന് പോകുന്നതുകൊണ്ട് വരുന്നതല്ല. ധ്യാനത്തിന് പോകുമ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു ദൈവം ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വരുന്നതാണ്, അല്ല ധ്യാനഗുരു വരുത്തുന്ന വ്യത്യാസമല്ല. അങ്ങനെയാണ് എല്ലായിടത്തും ധ്യാനത്തിന് പോകുമ്പോൾ വ്യത്യാസം പറഞ്ഞ ഇല്ലല്ലോ. കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ പോയി സുവിശേഷം കേട്ട് കർത്താവിനെ രക്ഷിതാവെ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ വ്യത്യാസങ്ങൾ വരുന്നത്, അത് ദൈവം വരുത്തുന്നതായിരിക്കുന്ന വ്യത്യാസമാണ്. അത് അതിപ്രധാനമായിരിക്കുന്ന ഒരു സത്യമാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. 4മതൊരു കാര്യം ഇവിടെ പറയുന്നതുകൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വ്യത്യാസം വന്ന ആളുകൾക്ക് പുതിയൊരു ദൗത്യം കൂടെ ഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ ദൗത്യം. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ട് നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പ് പ്രാപിച്ചവനെ നിരത്താൻ ഒക്കൂ. നിരപ്പ് പ്രാപിക്കാത്തവർക്ക് എങ്ങനെയാണ് നിരപ്പ് വരുത്തുന്നത്? സാധിക്കുകയില്ല. അതെ, മദ്യപിച്ച് നടത്തുന്ന 24 മണിക്കൂറും വെളിവില്ലാതെ പൂസായി കിടക്കുന്നവന് വേറൊരു മദ്യപാനിയെ അല്ലെങ്കിൽ മദ്യപനെ അവൻ്റെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കില്ല. അവൻ സുബോധമായി തീർന്നതിന് ശേഷം അവനെ കർത്താവിനെക്കുറിച്ച് അവനോട് പറയുകയും മദ്യപിക്കുന്നതിൻ്റെ ദോഷത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യാം. അല്ലാതെ പാപത്തിൽ കിടക്കുന്ന ഒരുത്തിനൊക്കില്ല. മുങ്ങി താഴുകൊണ്ടിരിക്കുന്ന ഒരുവനെ വേറൊരു മുങ്ങി താഴ്ന്നവനെ രക്ഷിക്കാൻ ഒക്കൂ. 2 പേരും കൂടി താഴ്ത്തു പോവുകയുള്ളൂ. അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദൈവത്തിനും പറയുന്നത് എന്താണ്? നീ ആദാമിൽ നിന്നും നിന്നെ ഞാൻ ക്രിസ്തുവിലേക്ക് മാറ്റി, നിൻ്റെ പഴയ സ്വഭാവത്തെ മുഴുവൻ ഞാൻ പുതുതാക്കി തീർത്തു, നിൻ്റെ ജീവിതത്തെ ഞാൻ രൂപാന്തരം വരുത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇനി നീ ഒരു കാര്യം ചെയ്യണം. നിന്നെപ്പോലെ തന്നെ പാപത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരോട് ചെന്ന് നീ സുവിശേഷം പറയണം, അവരോട് ഈ സത്യങ്ങളെക്കുറിച്ച് പറയണം, അവരിത് കേൾക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, സമയമെടുത്ത് ചിലവ് ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തോട് ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് പറയുവാനുള്ളതായിരിക്കുന്ന ദൗത്യം ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ക്യാൻസർ വന്ന് മരണവുമായി മല്ലടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ വേറൊരാൾ വന്നിട്ട് ഒരു ഗുളിക കൊടുത്തു. ഈ ഒരു ഗുളിക നിങ്ങൾ വിഴുങ്ങുക, ഇച്ചിരി വെള്ളം, 1 ഗ്ലാസ് വെള്ളവും കുടിക്കുക, നിങ്ങൾ ക്യാൻസർ രോഗം പോകുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ കഷ്ടിച്ച് 1 മാസമോ 2 മാസമോ ജീവിച്ചെങ്കിൽ അത്ര ജീവിക്കുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അങ്ങനെ ആ ഗുളിക വിഴുങ്ങിയെന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെ ഒരു മാന്ത്രിക ഗുളിക ഉണ്ടോയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? പിറ്റേ ദിവസം ആയപ്പോഴത്തേ അദ്ദേഹത്തിന് വ്യത്യാസം വന്നു. ഒരാഴ്ച കൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ക്യാൻസർ രോഗം 2-3 മാസമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ വന്നു. അദ്ദേഹം ഒരു നല്ല ആരോഗ്യവാനായി തീർന്നു. ആ ഗുളിക അദ്ദേഹത്തിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്നു. ഈ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? വാസ്തവത്തിൽ മറ്റ് ക്യാൻസർ രോഗികളോടെല്ലാം പറയണ്ടേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന എനിക്കൊരു ഗുളിക കൊണ്ട് സൗഖ്യം വന്നു. സ്നേഹിതന്മാരെ, എനിക്ക് ഗുളിക തന്ന മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം, അദ്ദേഹം നിങ്ങൾക്കും ഗുളിക വരും പറയണ്ടേ? അത് പറയാതിരുന്നെങ്കിൽ നന്ദി കെട്ട ആളല്ലേ? എത്ര ആളുകളാണ് ഇങ്ങനെ ഈ രോഗത്തിന് വിധേയരായിട്ട് മരണത്തോട് മല്ലടിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു മരുന്ന് നിങ്ങൾക്ക് ഒരാൾ തന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരോട് പറയണം. കർത്താവ് അതാ ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി, നിങ്ങളെ രൂപാന്തരം വരുത്തിയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. പക്ഷേ നിങ്ങൾക്ക് രൂപാന്തരം വന്നിട്ടേ പറയാനായിട്ടൊക്കെ സാധിക്കൂ. അപ്പോൾ ഇതൊരു മഹത്തായ ഒരു സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, അതെല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ഇതിനൊക്കെയും കാരണഭൂതൻ ദൈവം തന്നെ.
എന്നിട്ട് പറയുകയാണ്, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ മഹത്തായിരിക്കുന്ന സന്ദേശം നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾക്ക് ഒരു പരിവർത്തനം വരേണ്ടത് ആവശ്യമാണ്. പരിവർത്തനം വരുന്നതുവരെയും നിങ്ങൾ ആദാമിൽ തന്നെയാണ്. ആദാമിൻ്റെ സ്വഭാവവും ആദാമിൻ്റെ പാപവും ചെയ്തുകൊണ്ട് ജീവിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണത്തിന് നിങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കും. എന്നാൽ നിങ്ങൾക്ക് ആദാമിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറാം. അതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദാമ്യ ലൈനിൽ നിന്നും മാറി ക്രിസ്തുവിൻ്റെ ലൈനിലേക്ക് വരാം. ഒരുവൻ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അത് മഹത്തായിരിക്കുന്ന വ്യത്യാസമാണ് അതുകൊണ്ട് വരുന്നത്. രണ്ടാമത് പറയുന്നത്, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറയാം രൂപാന്തരം വരും, ട്രാൻസ്ഫോർമേഷൻ വരും. ആ കാറ്റർപില്ലർ ഇലയൊക്കെ തിന്നിങ്ങനെ വായിക്കുന്ന കാറ്റർപില്ലർ അതിൻ്റെ നിന്നും വരുന്ന ദ്രാവകം കൊണ്ട് അതിനൊരു പ്യൂപ്പ സ്റ്റേജിലേക്ക് പോയിട്ട് അത് അവിടെ 10-15 ദിവസം അവിടെ ഇരുന്ന് അതിനുശേഷം അത് പൊട്ടി പുറത്തു വരുമ്പോൾ എന്താണ് മനോഹരമായിരിക്കുന്നൊരു ബട്ടർഫ്ലൈ ആണ്. അതുപോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വരികയും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് പരിവർത്തനം വന്ന് ഈ കാറ്റർപില്ലർ പോലെ ഇരിക്കുന്ന ഈ പാപി പൂമ്പാറ്റയെ പോലെ ആകും. ആ പരിവർത്തനം അത് ദൈവം വരുത്തുന്ന ഒരു പരിവർത്തനമാണ്. ആ സത്യം മനസ്സിലാക്കണം. അങ്ങനെ പരിവർത്തനം വന്നവർ ആരും സ്വന്തം കഴിവുകൊണ്ടോ ധ്യാനത്തിന് പോയതുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. അത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ പറയണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരണം. ഞാൻ എത്ര വിചാരിച്ചിട്ട് ഒക്കുകയില്ല, പക്ഷേ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. അവിടുന്ന് എൻ്റെ പഴയ സൃഷ്ടിയിൽ നിന്നും എന്നെ ക്രിസ്തുവിൻ്റെ ലൈനിലേക്ക് മാറ്റുകയും എൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുകയും ചെയ്യണമേ എന്ന് പറയണം. എന്ന് മാത്രമല്ല, അങ്ങനെ നിങ്ങൾക്ക് രൂപാന്തരം വന്നു കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അവിടെ ഈ സത്യങ്ങൾ പറയണം. വാസ്തവത്തിൽ നിങ്ങൾക്ക് രൂപാന്തരം വന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ സത്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം പാപത്തിൻ്റെ ഭയങ്കര അവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾ പാപത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്നവരിനോട് പറയും, ഇടാ ഞാൻ നിന്നെപ്പോലൊരു പാപിയായിരുന്നു, ദൈവം എനിക്ക് രൂപാന്തരം വരുത്തി, ഇന്ന് എൻ്റെ അവസ്ഥ അറിയാമോ, ഞാൻ എത്ര സന്തോഷമാണെന്നറിയാമോ, എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷമാണെന്നറിയാമോ, നീ ഇങ്ങനെ കുടിച്ച് മത്തനായി വീട്ടുകാർക്ക് നാട്ടുകാർക്ക് ശല്യമായി എല്ലാം നശിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ആരോഗ്യവും നിൻ്റെ പണവും നിൻ്റെ കുടുംബവും ഭാര്യയും മക്കളും എല്ലാം നിനക്ക് നഷ്ടമാവുകയല്ലേ. നീ കർത്താവിൻ്റെ അടുക്കലേക്ക് വരൂ, ദൈവം വലിയൊരു അത്ഭുത പ്രവൃത്തി നിന്നിൽ ചെയ്യും. നിന്നെ ആദാമ്യ ലൈനിൽ നിന്നും ക്രിസ്തുവിൻ്റെ ലൈനിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ദൈവം രൂപാന്തരം വരുത്തും. അക്കാര്യം നിങ്ങൾ പറയാനായിട്ട് കടപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇതൊരു ലളിതമായിരിക്കുന്ന സത്യമാണ്. ഒരു പാപിയായ മനുഷ്യൻ എങ്ങനെയാണ് ഒരു വിശുദ്ധനായി തീരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ആദാമ്യ വംശാവലിയിൽ കിടക്കുന്ന പാപി എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഒരു ദൈവമകനായി തീരുന്നതെന്ന് ചോദിച്ചാൽ, കള്ളു കുടിച്ച് എല്ലാവിധ പാപവും ചെയ്ത് ജീവിക്കുന്ന ഒരുവൻ എങ്ങനെയാണ് പരിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നതെന്ന് ചോദിച്ചാൽ, അതുപോലെ വെറും വൃത്തികേടും തെറിയും മാത്രം പറഞ്ഞു നടക്കുന്ന മനുഷ്യന് ദൈവത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും പറയാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദുഃഖയും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. അതുകൊണ്ട് എൻ്റെ ഈ വചനം കേട്ടതായിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനെ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, ദൈവമാണ്. ഇതൊക്കെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക, നിങ്ങളുടെ പാപങ്ങളേറ്റ് പറയുക, ദൈവത്തോട് പറയുക, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണമേ, പഴയതെല്ലാം കഴിഞ്ഞു പോകണം, ഞാൻ എൻ്റെ ജീവിതത്തെ വെറുക്കുന്നു, എന്നാൽ നീ ഒരു പുതിയ ജീവിതം എനിക്ക് തന്നെ അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ അങ്ങനെ സഹായിക്കട്ടെ. ആ നല്ല ആഗ്രഹം നിങ്ങൾക്ക് തരട്ടെ. കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ വരട്ടെ. വന്നിട്ട് കർത്താവിൽ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കട്ടെ, പുതിയ സൃഷ്ടിയാകട്ടെ, രൂപാന്തരം വരട്ടെ, മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ ഇതാ ഞാൻ അയക്കണമേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഒരു വ്യക്തി എങ്ങനെയാണ് പുതിയ മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് ചോദിച്ചാൽ, അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു പുതിയ മനുഷ്യനായിട്ട് ജനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്,
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ മകനായിട്ട് ജനിക്കുമ്പോഴാണ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നത്. എങ്ങനെയാണ് ആ കർത്താവ് യേശുക്രിസ്തുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാനൊരു പാപിയായിരിക്കുന്ന മനുഷ്യനാണ്, പാപിയായിരിക്കുന്ന എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. വെളിച്ചമായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് പാപിയായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മകനായിട്ട് നമുക്ക് ജനിക്കുവാനായിട്ട് സാധിക്കുന്നത്? അത് ദൈവം തന്നെ അതിനുള്ള വഴിയൊരുക്കി എന്നുള്ളതാണ്. തൻ്റെ പൊന്നോമന പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ പുതിയ സൃഷ്ടിയായിട്ട് നമുക്ക് ജനിക്കുവാനായിട്ട് സാധിക്കും. നാം ഒരു പാപിയാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാനായി കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരയിലെ ക്രൂശിൽ അവിടുന്ന് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്കൊരു പുതിയ സൃഷ്ടിയായിട്ട് തീരുവാനായിട്ട് സാധിക്കുന്നത്. ഈ സന്ദേശം കേട്ടവർക്ക് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാൻ, മകളായിട്ട് തീരുവാനായിട്ട് നമ്മളെ ഏവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ സന്ദേശം കേട്ട ഞങ്ങളേവരെയും ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരവും ഒരു പുതുക്കത്തിൻ്റെ ഒരു അനുഭവം അവിടെ ഞങ്ങൾക്ക് നൽകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുവാൻ, ഒരു പുതിയ പൈതലായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കൊരുക്കിയിരിക്കുന്ന വലിയ രക്ഷാകര പദ്ധതിയെ അത് മനസ്സിലാക്കുവാനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി അതിനെ സായിത്വമാക്കുവാൻ, ആ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ എവരെയും അവിടെ നിന്ന് സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സത്യം സത്യമായി